നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ സർക്കാരുകൾ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ചാമുണ്ണി. ഓഡിറ്റിന്റെ പേരിൽ കേന്ദ്രം ആനുകൂല്യം തടഞ്ഞുവെക്കുന്നത് കേരളത്തിനോട് മാത്രമാണെന്നും വി ചാമുണ്ണി. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള കർഷക സംഘം. പാലക്കാട് പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി 7 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യ കണ്ണികൾ എന്ന് സംശയിക്കുന്ന 4 പേരെ ഗുവാഹത്തി എയർപോർട്ടിൽ വെച്ച് 670 കിലോ കഞ്ചാവ് പാർസലുകളുമായി അസാര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാൻ എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. കഞ്ചാവ് കടത്തിന് മരിച്ചവരുടെ മേൽവിലാസം പോലും ഉപയോഗിക്കുന്നതായി പോലീസ്. ഒറ്റപ്പാലത്ത് MDMA-യുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ഒറ്റപ്പാലത്ത് തെരുവുനായ കുറുകെ ചാടി സ്കൂട്ടർ മറിഞ്ഞ യാത്രക്കാരന് പരിക്ക്. ഒറ്റപ്പാലം നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും BJP. ജനങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ റദ്ദാക്കാനിടയായത് വൈദ്യുതി ക്ഷാമത്തിനിടയാക്കിയെന്ന് AITU ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ. ജനറേറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടും മൂഴിയാർ പദ്ധതിയിൽ ഉൽപാദനം കുറഞ്ഞതെന്തെന്ന് പരിശോധിക്കപ്പെടണമെന്നും മുരളീധരൻ. KCB ഓഫീസേഴ്സ് ജില്ലാ സമ്മേളനം പാലക്കാട്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ സർക്കാരുകൾ കാർഷിക മേഖല സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ചാമുണ്ണി പറഞ്ഞു. ഓഡിറ്റിന്റെ പേരിൽ കേന്ദ്രം ആനുകൂല്യം തടഞ്ഞുവെക്കുന്നത് കേരളത്തിനോട് മാത്രമാണെന്നും വി ചാമുണ്ണി. സംഭരണ വിലയും രാസവള സബ്സിഡിയും ആവശ്യപ്പെട്ട് കിസാൻ സഭ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൽകാനുള്ള സംഭരണത്തിന് സംസ്ഥാനത്തിനെ സഹായിക്കാൻ സാധ്യതയുള്ള വിഹിതം ഇപ്പോഴും കൊടുക്കുകയാണ്. അതിന് കൃത്യമായ കണക്ക് ഓഡിറ്റ് ഒന്നും ലഭ്യമല്ലാത്തതിൻ്റെയൊക്കെ സാങ്കേതിക തടസ്സങ്ങളും പ്രശ്നങ്ങളും ധാരാളമായി ഉയർത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ രാജ്യത്തെ 60% പേരും ഉപജീവന മാർഗത്തിനായി ഇന്നും ഉപയോഗിക്കുന്ന കൃഷിയെയാണ്. എന്തിനെയെല്ലാം ഉപേക്ഷിച്ചാലും കൃഷിയെ ഉപേക്ഷിക്കരുതെന്നായിരുന്നു മഹാത്മജി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ആദ്യം ഉപേക്ഷിക്കുന്നത് കൃഷിയെയാണ്. കേരളത്തിൽ ഭരിച്ച UDF സർക്കാരുകളും LDF സർക്കാരുകളും കൃഷി സംരക്ഷണത്തിനായി ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പാക്കിയില്ല. കേരളത്തിലെ കർഷകരോടുള്ള കേന്ദ്ര അവഗണന തുടരുകയാണ്. ഓഡിറ്റിന്റെ പേരിൽ സംഭരണത്തിന്റെ വില നൽകാതെയുള്ള നീതികേട് കേന്ദ്രം കാണിക്കുന്നത് കേരളത്തോട് മാത്രമാണ്. തദ്ദേശ ഫണ്ടിൽ 30% വെട്ടിക്കുറച്ചതോടെ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫണ്ടില്ലാതായി. കേന്ദ്ര സർക്കാർ രാസവളത്തിന് ഏർപ്പെടുത്തിയ നിബന്ധനകൾ കർഷകർക്ക് വിനയായി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സമ്പദ് സബ്സിഡികൾ കേന്ദ്രമന്ത്രിമാർ തന്നെ അടിച്ചുമാറ്റുകയാണെന്നും വി ചാമുണ്ണി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പട്ടിശ്ശേരി, മുൻ ജില്ലാ സെക്രട്ടറി AS ശിവദാസ്, NR അംബിക, അശോകൻ, മോഹൻ, ബാബു മണ്ണൂർ, ഹരിപ്രസാദ്, ചന്ദ്രശേഖരൻ, സജി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള കർഷക സംഘം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. കേരള കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. രാസവള വില വർധനവിനെതിരെയും വളങ്ങൾ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക, നെല്ലു സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏരിയ തലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിലുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണാ സമരം. കർഷക സംഘം പട്ടാമ്പി ഏരിയ സെക്രട്ടറി U അജയ്കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ആ സഹകരണ ബാങ്കുകളെ ഏൽപ്പിക്കാമെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് അവസാനം തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോ വീണ്ടും ഈ കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന UDFന്റെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ നയം പിന്തുടർന്നുകൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളെ ഒഴിവാക്കി കേന്ദ്ര ബാങ്കുകളെ, നാഷണലൈസ്ഡ് ബാങ്കുകളെ വീണ്ടും ഏൽപ്പിച്ചിരിക്കുകയാണ്. കർഷക സംഘം പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. PV രതീഷ്, PV രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി 7 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യ കണ്ണികൾ എന്ന് സംശയിക്കുന്ന 4 പേരെ ഗുവാഹത്തി എയർപോർട്ടിൽ വെച്ച് 670 കിലോ കഞ്ചാവ് പാർസലുകളുമായി അസാര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാൻ എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. കഞ്ചാവ് കടത്തിന് മരിച്ചവരുടെ മേൽവിലാസവും ഇവർ ഉപയോഗിക്കുന്നതായി പോലീസ് കണ്ടെത്തി.
മേഘാലയയിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി കഞ്ചാവ് അയക്കുന്ന സംഘമാണ് 670 കിലോ കഞ്ചാവുമായി പിടിയിലായത്. 2026 ഫെബ്രുവരി 4-നാണ് മേഘാലയയിൽ നിന്നും 7.3 കിലോഗ്രാം കഞ്ചാവ് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിലെത്തിയത്. ഇത് കൈപ്പറ്റുമ്പോഴാണ് കൊല്ലങ്കോട് സ്വദേശിയായ സഞ്ജയ്, രാഹുൽ എന്നീ സഹോദരങ്ങൾ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവ് ഓർഡർ ചെയ്ത കൊല്ലങ്കോട് ത്രാമാണി സ്വദേശി തടനാറ വീട്ടിൽ ജിജിറ്റിനെ പാലക്കാട് പുത്തൂരിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിവെ ജൂൺ 25-ന് എക്സൈസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ജിജിറ്റിനെ ചോദ്യം ചെയ്തതോടെയാണ് രാജ്യാന്തര റാക്കറ്റിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ജിജിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉൾപ്പെടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ജിജിറ്റിന് ഒളിവിൽ പോകുന്നതിന് സഹായം ചെയ്തതിനും കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതിനും അമ്മയുടെ സഹോദരന്മാരായ കൊല്ലങ്കോട് ത്രാമണി സ്വദേശികളായ താടനാറ വീട്ടിൽ സിബി എന്ന കൃഷ്ണൻകുട്ടി, കവിത എന്നിവരെ ജൂലൈ 6-ന് കേസിൽ പ്രതി ചേർത്തു. മുൻകൂർ ജാമ്യം നേടിയ ഇവരെ ജാമ്യവ്യവസ്ഥ ലംഘിക്കാതെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജിജിറ്റിനെ ചോദ്യം ചെയ്തതോടെയാണ് മേഘാലയയിൽ നിന്നും കഞ്ചാവ് പാർസൽ അയച്ച വ്യക്തിയെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചത്. തുടർന്ന് കേസിന്റെ വിശദാംശങ്ങൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകുകയും NCB ഗുവാഹത്തി യൂണിറ്റ് ഇതിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു. ഗുവാഹത്തിയിലെ ലോക്പ്രിയ ഗോപിനാഥ് ഗർദോലായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ ടെർമിനലിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാനെത്തിയ പാർസലുകളുമായി കഞ്ചാവുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DCP ബോലിൻ ദേവരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിക്കുകയും 111 പാർസലുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന 670 കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് പാർസൽ പിടികൂടിയ കേസിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് K, തൻസിൽ താഹ, UK ജിതിൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണി V, പ്രിവന്റീവ് ഓഫീസർ ശിവകുമാർ, V യാസർ അറഫാത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിലാഷ് K, സഞ്ജിത് കുമാർ, റജീന എന്നിവരാണ് കൊല്ലങ്കോട് പിടികൂടിയ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്തെ MDMA-യുമായി 2 പേർ പിടിയിലായി. ചുനങ്ങാട് അരിമ്പൻതൊടിയിൽ മുഹമ്മദ് ഷഹീം, മുളഞ്ഞൂർ നാലാംകുളങ്ങര സദാനന്ദൻ എന്നിവരാണ് ചുനങ്ങാട് പിലാത്തറയിൽ നിന്നും പിടിയിലായത്. ഒറ്റപ്പാലത്ത് തെരുവുനായ കുറുകെ ചാടി സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. ഷൊർണൂർ കാരക്കാട് പാലാട്ടുതൊടി രാജനാണ് പരിക്കേറ്റത്. വേങ്ങേരി അമ്പലം റോഡിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെ ഒറ്റപ്പാലം വേങ്ങേരി അമ്പലം റോഡിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഒരു മരണചടങ്ങിൽ പങ്കെടുക്കാനായി ഒറ്റപ്പാലത്ത് നിന്നും തലക്കശ്ശേരിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. പ്രദേശത്തുണ്ടായിരുന്നവർ ചേർന്ന് ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടതുകാൽമുട്ടിന് പൊട്ടലുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഞാൻ മരണോട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഈ വേങ്ങേരി അമ്പലത്തിന്റെ താഴത്ത് വെച്ച് നായ പെട്ടെന്ന് ചാടി അങ്ങനെ വീണു. എനിക്ക് എൻ്റെ അടുത്ത കാലം നടക്കാൻ പറ്റുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തരമായി നഗരസഭ ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആരോപിച്ചു. ഷൊർണൂർ കാരക്കാട് പാലാട്ടുതൊടി വീട്ടിൽ 61 വയസ്സുള്ള രാജനാണ് തെരുവുനായ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് പരിക്കേറ്റത്. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP രംഗത്തെത്തിയത്. ജനങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് BJP രംഗത്തെത്തിയത്. റോഡിലെ വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും കുട്ടികൾ പുറത്തിറങ്ങാനും പോലും കഴിയാത്ത ദയനീയമായ സാഹചര്യമാണ് നിലവിലുള്ളത്. വിഷയത്തിൽ ചർച്ചകളും യോഗങ്ങളും നടക്കുന്നുണ്ടെങ്കിലും തെരുവുനായ്ക്കളെ പിടികൂടാനോ ശല്യം ഒഴിവാക്കാനോ ഉള്ള ഒരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ അടിയന്തരമായി നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും തെരുവുനായ്ക്കളെ ഷെൽട്ടർ റൂമുകളിലേക്ക് മാറ്റുകയോ മറ്റാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനുവേണ്ടി മാത്രം ചർച്ച ചെയ്യാൻ മുനിസിപ്പാലിറ്റി കൗൺസിൽ കൂടുകയും ചർച്ച ചെയ്യുകയും അതനുസരിച്ചുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ തെരുവുനായകളെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയും മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് രാജൻ എന്നൊരു വ്യക്തി, ഷൊർണൂർ കാരക്കാടുള്ള പാലാട്ട് രാജൻ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ വന്ന് നായ കുറുകെ ചാടി പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുക. ഹോസ്പിറ്റലിൻ്റെ പരിസരങ്ങൾ തന്നെ നായക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡിൽ വാഹനങ്ങളിലൂടെയോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടാമെന്നും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുകയല്ലാതെ അത് പരിഹരിക്കാൻ വേണ്ടി ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പെരുമാറുന്നത്. അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിൽ മുനിസിപ്പാലിറ്റി ഇടപെടലുകൾ വേണം. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ഇതൊരു രാഷ്ട്രീയമായ വിഷയമായി കാണാതെ
അത് ജനങ്ങളുടെ ജീവൻ്റെയും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് ഇത്തരം തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ച് അതിന് ഷെൽട്ടറിലാക്കുകയോ അല്ലെങ്കിൽ ദയാവധത്തിനൊക്കെ ഇപ്പോൾ ഓപ്ഷനുണ്ട്. അതിന് വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ റദ്ദാക്കാൻ ഇടയായത് വൈദ്യുതി ക്ഷാമത്തിന് ഇടയാക്കിയെന്ന് AITU ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ പറഞ്ഞു. ജനറേറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടും മൂഴിയാർ പദ്ധതിയിൽ ഉൽപ്പാദനം കുറഞ്ഞതെന്തെന്ന് പരിശോധിക്കപ്പെടണമെന്നും മുരളീധരൻ പറഞ്ഞു. KCB ഓഫീസേഴ്സ് ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി വിൽക്കുകയും അതിൻ്റെ പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇതുകൂടിയിട്ടുള്ള പ്രതിസന്ധികൾ ഒരു പക്ഷേ യാദൃശ്ചികമായി ഉണ്ടായ പ്രതിസന്ധിയാണെന്ന് കാണാൻ കഴിയും. നമ്മൾ കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്ത, കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടി വൈദ്യുതി ബോർഡും വൈദ്യുതി വിൽക്കുന്ന കമ്പനികളുമായി ഉണ്ടാക്കിയ 2 കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്തു എന്ന് പത്രങ്ങളിൽ വാർത്ത വായിക്കുന്നുണ്ട്. റദ്ദ് ചെയ്യാനുണ്ടായ കാരണം നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചുള്ള കരാർ അല്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വൈദ്യുതി കിട്ടാനുണ്ടായിരുന്ന സാഹചര്യം നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സ്വാഭാവികമായും മൺസൂൺ സമയത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ മഴക്കാലത്ത് പോലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് യാദൃച്ഛികമല്ല. കരാർ വ്യവസ്ഥ കൃത്യമല്ലെന്ന പേരിലാണ് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ദീർഘകാലത്തേക്ക് കിട്ടുമായിരുന്ന കരാറുകൾ റദ്ദു ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ സുലേറ്ററി കമ്മീഷൻ യഥാസമയം കരാറുകൾ പരിശോധിക്കാതിരുന്നത് എന്തെന്ന് വ്യക്തമാക്കണം. വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി മൂഴിയാറിൽ മാറ്റി സ്ഥാപിച്ച ജനറേറ്റർ ഇടപാടിലും ക്രമക്കേട് നടന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്ത. അധിക വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി ചെലവിന്റെ ഭാരം വരുന്നത് ഉപഭോക്താക്കൾക്കാണ്. വൈദ്യുതി ഇടപാടുകൾ അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണമെന്നും മുരളീധരൻ നായർ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് ദിനേശ് കുമാർ KR അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK ശശിധരൻ, കേന്ദ്ര കമ്മിറ്റി അംഗം MG അനന്തകൃഷ്ണൻ, മുഹമ്മദ് മുസ്തഫ, KR മോഹൻദാസ്, ആനന്ദൻ, ബാബു പോൾ മാവേലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. KSSVU ഒറ്റപ്പാലം വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും കണ്ണിയമ്പ്രം സൂര്യനാരായണ കല്യാണ മണ്ഡപത്തിൽ നടന്നു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി NP കോമളം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം വെസ്റ്റ് യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും കണ്ണിയമ്പുറത്തെ സൂര്യനാരായണ കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി NP കോമളം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ DA തരാമെന്ന് പറഞ്ഞു. അത് എപ്പോ എന്ത് എന്നൊന്നും പറഞ്ഞില്ല. കിട്ടാനുള്ള IASനെ സംബന്ധിച്ചോ ഒരക്ഷരം വേണ്ടിയില്ല. പെൻഷൻ ശമ്പള പരിഷ്കരണത്തിനെ പറ്റിയിട്ട് വല്ലതും വേണ്ടിയോ അത് വേണ്ടിയില്ല. അപ്പൊ അത് കാത്തു നിന്നില്ല. നമ്മളെന്താ ചെയ്ത് ആ 21-ാം തീയതി 19-ാം തീയതി പ്രഖ്യാപിച്ചു. 21-ാം തീയതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ഇതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തണമെന്ന് തീരുമാനിച്ചു. യൂണിയൻ പ്രസിഡന്റ് ബാലകൃഷ്ണൻ തൃക്കങ്ങോട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ KK രാമകൃഷ്ണൻ, KSSVU യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവനുണ്ണി, സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി, KT പുരുഷോത്തമൻ, KN സുമ, K പഴനൻകുട്ടി, T രാധാകൃഷ്ണൻ, U സരസ്വതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരണ പ്രതിസന്ധി പരിഹരിക്കുക, സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക, രാസവളം വിതരണത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന ധർണാ സമരം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. കേരളം പോലുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് ഉൾപ്പെടെയുള്ള വളങ്ങൾക്കൊക്കെ തന്നെ അധികമായി വില ഈടാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിക്കാർക്ക് നിലവിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രാസവളങ്ങളുടെ ലഭ്യത വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം. ഇവർക്ക് വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട കോർപ്പറേറ്റുകളുടെയും വികസിത രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായി
നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ ഉൽപാദനം പരമാവധി വെട്ടിക്കുറയ്ക്കുക, ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഇലോൺ മസ്ക് പോലുള്ള സൂപ്പർ ബില്യണർമാർ ഉണ്ടാക്കും. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് യു രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശോഭന രാജേന്ദ്രപ്രസാദ്, ഏരിയ സെക്രട്ടറി KP സുധീർ, ഏരിയ ട്രഷറർ TR ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങലിലെ നിർമ്മാണം പൂർത്തിയാക്കിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പലതവണ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാലം തുറന്നുകൊടുത്തതോടെ യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി. കുളപ്പള്ളി IPT മുതൽ പട്ടാമ്പി നിള ആശുപത്രി വരെ പാത നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂരിലെ മഞ്ഞളുങ്ങളിൽ പുതിയ പാലം വീതി കൂട്ടി നിർമ്മിച്ചത്. പഴയ പാലം പൊളിച്ചെടുത്ത് പഴയ പാലത്തിനോട് ചേർന്ന് സർവീസ് പാത നിർമ്മിച്ചായിരുന്നു വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പാലത്തിൽ കൂടി വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങി. നിർമ്മാണത്തിന്റെ ഭാഗമായി നേരത്തെ പാലം പൊളിച്ചതോടെ വാഹനയാത്ര ദുഷ്കരമായിരുന്നു. പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ യാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി. കോൺക്രീറ്റ് പാലത്തിന്റെ ഇരുവശങ്ങളിലും കട്ടവിരിക്കൽ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പാലം തുറന്നുകൊടുത്തത്. ഇനി ഇരുവശത്ത് കൈവരികൾ കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ പ്രവൃത്തികൾ മഴ മാറുന്നതോടെ ആരംഭിക്കാനാകുമെന്ന് KRFB അധികൃതർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോകത്തിലെ ഏറ്റവും മികച്ച മോട്ടിവേഷൻ ഗ്രന്ഥമാണ് ഭഗവത്ഗീതയെന്ന് രമേശ് പിഷാരടി MLA. നവോത്ഥാന മേഖലയിൽ മികച്ച പങ്കാളിത്തം നേടിയ സംഘടനയാണ് NSS എന്നും MLA പറഞ്ഞു. പാലക്കാട് താലൂക്ക് NSS യൂണിയനിലെ 92 കരയോഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക പഠന കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗുരുപൂർണിമ ദിനാചരണം MLA ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. നവോത്ഥാന മേഖലയിൽ സജീവമായ പങ്കാളിത്തം തുടരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഘടന. അങ്ങനെ നമ്മൾ സംഘടിച്ചുകൊണ്ടാണ് പല നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സംഘടിക്കുന്നു എന്നുള്ളൊരു കാരണമാണ്. അവിടെയും നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു വലിയ പാരായണം ഇതിലൂടെ നടത്തുന്നു. എനിക്ക് തോന്നുന്നൊരു വലിയ കാര്യം, ഇന്ന് വളരെ സുലഭമായ പോപ്പുലറായ വാക്കുകളിൽ ഒന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു മോട്ടിവേഷൻ ബുക്ക് എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. ഒരാൾ തളർന്നിരിക്കുമ്പോൾ മറ്റൊരാൾ ഈ തളർച്ച ശരിയല്ലെന്നും നമ്മൾ മുന്നിലേക്ക് പോകേണ്ടതുണ്ടെന്നും ലക്ഷ്യം വളരെ പ്രാധാന്യമുള്ളതാണെന്നും പലതരത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീതയുടെ ആത്യന്തികമായ ഒരു ഉള്ളടക്കം എന്ന് പറയാതെ വയ്യ. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് മോട്ടിവേഷനും ഇല്ല. നമ്മുടെ അച്ഛനമ്മമാർ വളർത്തുമ്പോൾ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത്, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച കാരണം നമ്മൾ വളരെ ലിമിറ്റ് വെച്ചാണ് ആഗ്രഹിച്ചത് പോലും. പിന്നെ വേണമല്ലോ നമ്മൾ നേടിയെടുക്കാൻ. ഇത് നമുക്ക് ആഗ്രഹിച്ചതാണോ, ഇത് നമുക്ക് അർഹതയുള്ളതാണോ, ഇത് നമ്മൾ ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് വളരെ ഭയന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പിന്നെ നേടുന്നതൊക്കെ പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്നും ഇന്ന് നമ്മൾക്ക് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും വഴികാട്ടുന്നത് നന്മയുടെ മാർഗമാണ്. അനീതിയുടെയും ധിക്കാരത്തിന്റെയും അനന്തരഫലം എന്താവുമെന്ന് ഭഗവത്ഗീത മനുഷ്യരാശിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യായുസ് എന്താവണമെന്നും എന്തിനാവണമെന്നും എങ്ങനെയാവണമെന്നും പറയുന്ന ഭഗവത്ഗീത സാമൂഹിക കാഴ്ചപ്പാടിന്റെ ദർശനമാണെന്നും MLA രമേശ് പിഷാരടി പറഞ്ഞു. പാലക്കാട് നഗരസഭാ ചെയർമാൻ P. സ്മിതേഷ് മുഖ്യാതിഥിയായി. AM പ്രഭാകരൻ നായർ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P. നടരാജൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് J. ബേബി, ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. 3 വർഷങ്ങൾ കൊണ്ട് ഭഗവത്ഗീത ജ്ഞാനം എല്ലാ കരയോഗങ്ങളിലും എത്തിക്കുന്ന പരിപാടികളുടെ ഭാഗമായി കുട്ടികളടക്കം 3000-ഓളം സമുദായാംഗങ്ങൾ പങ്കെടുത്ത ഭഗവത്ഗീത ആലാപന യജ്ഞം നടന്നു. യൂണിയൻ ഭാരവാഹികളായ R. ശ്രീകുമാർ, R. സുകേഷ് മേനോൻ, P. സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മോഹൻദാസ്, R. ബാബു, സുരേഷ്, V. രാജ്മോഹൻ, M. ഉണ്ണീകൃഷ്ണൻ, T. മണികണ്ഠൻ, C. കരുണാകരൻ ഉണ്ണി, A. അജി, C. വിപിനചന്ദ്രൻ, K. പ്രദീപ് കുമാർ, രമേശ് അല്ലത്ത്, C. N. പ്രസന്നകുമാർ, M. സുരേഷ് കുമാർ, ബാലകൃഷ്ണൻ കൂട്ടാല, M. വത്സലകുമാർ, V. ജയരാജ്, അനിത ശങ്കർ, രാജേശ്വരി ടീച്ചർ, വത്സല ശ്രീകുമാർ, വത്സല പ്രഭാകരൻ, V. നളിനി, സുനിത ശിവദാസ്, S. സ്മിത, വിജയകുമാരി വാസുദേവൻ, പ്രീതി ഉമേഷ്, സിന്ധു രമേശ്, ജയന്തി മധു, സുനന്ദ ശശി എന്നിവർ ഗുരുപൂർണിമ ദിനാചരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പള്ളി മുതൽ IPT വരെയുള്ള പാതയിലെ തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ താൽക്കാലിക ആശ്വാസമായി കുഴികളിലെ ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. പലയിടത്തും കുഴികൾ രൂപപ്പെട്ട് ഈ പാതയിലും വാഹനയാത്ര ദുഷ്കരമായിരുന്നു. ഇതേ തുടർന്നാണ് PWD അധികൃതരുടെ സാന്നിധ്യത്തിൽ കുഴികളിൽ കോൺക്രീറ്റും കട്ടകൾ നിരത്തിയും ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തികൾ നടത്തിവരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരളത്തിലെ സർക്കാരുകൾ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ചാമുണ്ണി. ഓഡിറ്റിന്റെ പേരിൽ കേന്ദ്രം ആനുകൂല്യം തടഞ്ഞുവെക്കുന്നത് കേരളത്തിനോട് മാത്രമാണെന്നും വി ചാമുണ്ണി. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള കർഷക സംഘം. പാലക്കാട് പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി 7 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യ കണ്ണികൾ എന്ന് സംശയിക്കുന്ന 4 പേരെ ഗുവാഹത്തി എയർപോർട്ടിൽ വെച്ച് 670 കിലോ കഞ്ചാവ് പാർസലുകളുമായി അസാര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാൻ എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. കഞ്ചാവ് കടത്തിന് മരിച്ചവരുടെ മേൽവിലാസം പോലും ഉപയോഗിക്കുന്നതായി പോലീസ്. ഒറ്റപ്പാലത്ത് MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ഒറ്റപ്പാലത്ത് തെരുവുനായ കുറുകെ ചാടി സ്കൂട്ടർ മറിഞ്ഞ യാത്രക്കാരന് പരിക്ക്. ഒറ്റപ്പാലം നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും BJP. ജനങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്നും നേതാക്കൾ. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ റദ്ദാക്കാനിടയായത് വൈദ്യുതി ക്ഷാമത്തിനിടയാക്കിയെന്ന് AITU ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ. ജനറേറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടും മൂഴിയാർ പദ്ധതിയിൽ ഉൽപാദനം കുറഞ്ഞതെന്തെന്ന് പരിശോധിക്കപ്പെടണമെന്നും മുരളീധരൻ. KCB ഓഫീസേഴ്സ് ജില്ലാ സമ്മേളനം പാലക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.